ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു മിസ്റ്റിക്കൽ മോർണിംഗ് മെസ്സേജസ്. ഇന്ന് പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഫ്രണ്ട്സ് എന്ന് കരുതുന്ന ആൾക്കാർ അവര് നിങ്ങൾക്ക് ശരിക്കും നല്ലതാണോ? നിങ്ങളുടെ ഫാമിലി പിന്നെ നമുക്ക് കൺട്രോൾ ഇല്ല. ഓക്കെ, അത് ഈവൻ അതിലായാലും ശരി, ഫാമിലിയിലായാലും ശരി, ഫ്രണ്ട്സിലായാലും ശരി, നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാര് അവരെല്ലാവരും നിങ്ങളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ. ഓക്കെ, ചിലവര് പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരെയാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളെ മുന്നോട്ട് പോവാൻ സഹായിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അല്ലാതെ നിങ്ങൾക്കൊരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. ആരാണ് നമ്മുടെ ലൈഫിൽ നമ്മളുടെ നല്ലത് ആരാണ് ആഗ്രഹിക്കുന്നത്, നമ്മളുടെ നന്മ ആരാ ആഗ്രഹിക്കുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. ഓരോരുത്തരെടുത്തും ആരെ നമ്മുടെ ലൈഫിൽ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ചിലവരുടെ അടുത്തുനിന്ന് ഒരു ചെറിയ അകലം പാലിക്കേണ്ടത് ഒരാവശ്യമാണ്. അതില് നമുക്ക് എങ്ങനെയാണ് അറിയുക ആരാണ് നമ്മളുടെ കൂടെ നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്നത്, ആരാണ് നമ്മളുടെ കൂടെ ഉള്ളത് എന്നെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? അതിന് ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ. അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ കൂടെ നിൽക്കുന്ന എപ്പോഴും നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ, അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ. ഓക്കെ, ഫ്രണ്ട്സിന്റെ കാര്യം പറയാം നമുക്കിപ്പോ. അവര് നിങ്ങൾക്ക് നല്ലതല്ലാത്തവരാണെങ്കിൽ അവരെപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവരെപ്പോഴും അതിനൊരു കൊച്ചാക്കി, അല്ലെങ്കിൽ ഒരു ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ അത്തരത്തിൽ അവര് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒരു ഇമ്പോർട്ടൻസ് തരില്ല. അവര് നിങ്ങളുടെ സ്വപ്നങ്ങൾ അത്ര എന്താ പറയുക, വലിയ കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ നല്ലതല്ല എന്ന് പലതരത്തിലും പല രീതിയിലും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് അവര് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ഓക്കെ, അതിനവര് മുന്നോട്ട് പോവാൻ തന്നെ ഒരു ചാൻസ് അതിന് കൊടുക്കില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഓക്കെ, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും സന്തോഷമായിട്ട് എനിക്കിത് കിട്ടി അല്ലെങ്കിൽ ഞാനിത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവരതിനെ അതിലൊന്നും അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവില്ല. ഓക്കെ, അവര് കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് കിട്ടിയ ആ സന്തോഷം അവരുടെ അടുത്ത് അത് പറയുമ്പോഴേക്കും, അത് ഷെയർ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ചെയ്ത് ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരും. ഓക്കെ, നിങ്ങളുടെ സക്സസ്സിൽ അവർക്ക് വലിയ സന്തോഷമൊന്നും കാണില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് കിട്ടിയിട്ട് നിങ്ങൾ ആ സന്തോഷത്തോടെ നിങ്ങൾ അവരോട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവരതിനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആ സന്തോഷത്തിനെ അവർ തല്ലിക്കെടുത്താനുള്ള ഒരു വഴി അവർക്ക് കിട്ടും. എന്തെങ്കിലും അവരൊരു നെഗറ്റീവ് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ, അല്ലെങ്കിൽ അവർ മനസ്സിലെങ്കിലും അവര് നിങ്ങളോട് ആ ഒരു ജലസി, ഒരു ഭാവത്തോടെ അവര് നിങ്ങളുടെ ആ സന്തോഷം കിട്ടും. അവർക്ക് അത് കണ്ട് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞ ശേഷം നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ എനർജിയെ പോയിന്ന് തോന്നും, അല്ലെങ്കിൽ നിങ്ങൾ ആ സന്തോഷമേ പോയിന്ന് തോന്നും. ആ തരത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെ വേറൊന്ന്, ഇവര് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അവര് അതില് നെഗറ്റീവ് കാര്യങ്ങൾ, അതായത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല, നടക്കില്ല, അത് വല്ല അനുഭവങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ അത് നിങ്ങളെ പറഞ്ഞ് അവര് പേടിപ്പിക്കും. ഓക്കെ, നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഒരിക്കലും എൻകറേജ് ചെയ്യില്ല നിങ്ങളെ. ഓക്കെ, ഒരു എൻകറേജ് ചെയ്യാത്ത തരത്തിൽ നിങ്ങളെ മുടക്കം വരുത്തി അവര് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിന്ന് അവർ പിന്തിരിപ്പിക്കും എന്ന രീതിയിൽ. വേറൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. എപ്പോഴും അവർക്ക് എല്ലാത്തിനും കംപ്ലൈൻസും കുറ്റങ്ങളും കുറവുകളും മാത്രമേ പറയാനുണ്ടാവുള്ളൂ. അത് ഏത് കാര്യത്തെ കുറിച്ചായാലും, നിങ്ങളെ കുറിച്ച് എന്നല്ല, എന്ത് തന്നെ ആയാലും അവർക്ക് ലൈഫിൽ അവർക്ക് അവരുടെ സ്വന്തം ലൈഫിനെ കുറിച്ചും ഒരുപാട് കംപ്ലൈന്റ്, അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെ കുറിച്ച് കംപ്ലൈന്റ്, അവരെ ഓരോ കാര്യത്തിനെ കുറിച്ച് കംപ്ലൈന്റ്, സങ്കടം. അവർക്ക് എപ്പോഴും എല്ലാത്തിനും അവർക്ക് നെഗറ്റീവേ പറയാനുണ്ടാവുള്ളൂ. ഓക്കെ, അവർക്ക് അവരുടെ ലൈഫിലും സന്തോഷമില്ലാത്ത പോലെ എപ്പോഴും എന്തെങ്കിലും കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഓരോരുത്തരെ കുറിച്ച് ഗോസിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അവർക്ക് എന്തെങ്കിലും വേറെ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, കുശുമ്പും കുന്നായ്മയും ടൈപ്പ്. ഓക്കെ, ഈ നെഗറ്റീവ് പറയുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് നമ്മളെ ലൈഫിൽ എല്ലാവർക്കും ചില വിഷമങ്ങൾ വരും. അപ്പം നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യും. അതെല്ലാം ഓക്കെ, അങ്ങനത്തെ അല്ല ഞാൻ പറയുന്നത്. ഇത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇതിവിടെ വന്ന് ഇനി എപ്പോഴും നെഗറ്റീവേ ഉള്ളൂല്ലോ എന്നുള്ള രീതിയിൽ. അതിപ്പോൾ മാത്രമല്ല പറയുന്നത്, ഒരു ചെറിയൊരു സമയത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, എപ്പോഴും.
ഒരു മോസ്റ്റ് ഓഫ് ദി ടൈം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യം എന്തെങ്കിലും ചിലപ്പോൾ വലുതൊക്കെ പറയാനുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വലിയ സന്തോഷത്തോടെ പറയുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക എന്ന രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ആക്ച്വലി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ആൾക്കാരോട് കുറച്ചു നേരം സംസാരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയ പോലെ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവര് നിങ്ങൾക്ക് നല്ലതിനല്ല. ഓക്കെ, അവര് നിങ്ങളുടെ ഒരു നല്ലൊരു സുഹൃത്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ മെയിൻ ആയിട്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ നിങ്ങളോട് വന്ന് പറയുന്ന ആൾക്കാർ, അതായത് അവരുടെ ഫ്രണ്ട്സ്, ഇപ്പൊ അവർക്ക് വേറെ ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിനെ കുറിച്ചുള്ള കുറ്റം കംപ്ലൈന്റ് നിങ്ങളോട് വന്ന് പറയുന്നുണ്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം അത്തരത്തിലുള്ള ആൾക്കാര് നിങ്ങൾ ആലോചിക്കുക, അവരുടെ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരാളെ കുറിച്ച് അവര് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ കുറിച്ചും ചിലപ്പോൾ പിന്നീട് വേറെ ആരോടെങ്കിലും പോയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് പ്രത്യേകം സൂക്ഷിക്കണം, അകറ്റി തന്നെ നിർത്തുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നെഗറ്റീവ് ഒരു വൈബ് ആരുടെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നൊന്ന് മാറി നിൽക്കുക, അകന്ന് നിൽക്കുക ഒരു ലേശം. ഓക്കെ, എല്ലാം ടോട്ടലി നിങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ പറ്റുന്നത്രയും അവരുടെ അടുത്ത് ഒരു അകലം പാലിച്ച് നിൽക്കാം. അത് നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ അപ്പോഴേക്കും എൻ്റെ ഇത്രയും കാലമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട് അല്ലേ, അല്ലെങ്കിൽ ഇത്രയും എൻ്റെ കൂടെ നിന്ന് ഞാൻ കുറേ വർഷമായില്ലേ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയാ ഞാൻ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഓക്കെ, നമ്മളുടെ ഒരു ഗ്രോത്തിൽ നമ്മളുടെ കൂടെ ഇല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നന്മയ്ക്ക് നമ്മളുടെ ഒരു നല്ലതിന് ആ സമയത്ത് ഒരു സന്തോഷം ഇല്ലാത്തൊരു വ്യക്തി, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്തിനാണ് നമ്മുടെ ലൈഫിൽ? ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങൾ ആരുമായിട്ടാണ് കോൺടാക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അവരോട് എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുക, നിങ്ങളോട് ആരെന്ത് പറയുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കുറേ കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധ വെച്ച് നമ്മൾ ഓരോന്നും ചെയ്തു തുടങ്ങുമ്പോൾ ലൈഫിൽ ഒരുപാട് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ. താങ്ക് യു.